നമസ്കാരം. കേരളത്തിലെ കലാലയങ്ങൾ വളരെ വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഇനി തുടങ്ങുന്ന അക്കാഡമിക് ഇയർ മുതൽ, അതായത് 24-25 അക്കാഡമിക് ഇയർ മുതൽ എല്ലാ കോളേജുകളിലും 4 വർഷ ബിരുദ കോഴ്സുകൾ തുടങ്ങുകയാണ്. ആലപ്പുഴയിലെ പ്രശസ്ത കലാലയമായ വനിതാ കലാലയമായ സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൻ ഈ പുതിയ മാറ്റം ഹൃദയപൂർവ്വം ഉൾക്കൊള്ളുകയാണ്. എന്താണ് ഈ 4 വർഷ ബിരുദ പ്രോഗ്രാം, അല്ലെങ്കിൽ എന്താണ് ഈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്നുള്ളതിനെക്കുറിച്ച് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ധാരാളം സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടാവും. വളരെ സ്വാഭാവികം. ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ ഞാനൊന്ന് വിശദീകരിക്കാം. ഒരു മെയിനും 2 കോംപ്ലിമെൻ്ററിയുമാണ് ഇതുവരെ ഉണ്ടായിരുന്ന 3 വർഷ ബിരുദ പ്രോഗ്രാമിൽ +2 കഴിഞ്ഞ് ചേരുന്ന ഒരു കുട്ടി പഠിക്കാൻ തുടങ്ങിയിരുന്നത്. അതിൻ്റെ കൂടെ ആദ്യത്തെ 2 വർഷം ഫൗണ്ടേഷൻ കോഴ്സസായി, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി എല്ലാ കുട്ടികളും പഠിക്കേണ്ട കോഴ്സസായി, 1ാം ഭാഷയായി ഇംഗ്ലീഷും 2ാം ഭാഷയായി ഇതര ഭാഷകളും കുട്ടികൾ പഠിച്ചിരുന്നു. അത് ഇതുവരെ ഉണ്ടായിരുന്ന 3 വർഷ ബിരുദ പ്രോഗ്രാമിൽ. ഇനി നമ്മുടെ 4 വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നതെന്ന് നോക്കാം. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം അഥവാ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ 3 തരം കോഴ്സുകളാണുള്ളത്. ആദ്യത്തേത് ഫൗണ്ടേഷൻ കോമ്പണൻസ്. നിർബന്ധിതമായി എല്ലാ കുട്ടികളും പഠിക്കേണ്ടിയ അടിസ്ഥാനപരമായ കോഴ്സസാണ് ഈ ഫൗണ്ടേഷൻ കോമ്പണൻറ്റിൽ വരുന്നത്. ഇതുവരെ, അതായത് നമ്മുടെ 3 വർഷ കോഴ്സിൽ ജനറൽ ഇംഗ്ലീഷും ഇതര ഭാഷകളും മാത്രമാണ് ഫൗണ്ടേഷൻ കോഴ്സസായിട്ട് ആദ്യത്തെ 2 വർഷം കുട്ടികൾ പഠിച്ചിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് ഒരു കലാലയത്തിൽ എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം അവരവരുടേതായിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സസ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. പലതരത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, വാല്യൂ ആഡഡ് കോഴ്സ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട്. ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഏത് കോഴ്സ് വേണമെങ്കിലും എടുത്തു പഠിക്കുവാനുള്ള ആ ഒരു സാഹചര്യം ഈ 4 ഇയർ ഡിഗ്രി കോഴ്സിൽ ഈ കുട്ടിക്ക് കിട്ടുകയാണ്. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണത്. FIUGPയുടെ 2ാമത്തെ സെറ്റ് കോഴ്സസ് ആയിട്ട് വരുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് ആണ്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്ന് പറഞ്ഞാൽ അതാത് വിഷയവുമായി, സ്പെസിഫിക് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഉദാഹരണം കെമിസ്ട്രി, അല്ലെങ്കിൽ ബോട്ടണി, അല്ലെങ്കിൽ സുവോളജി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇങ്ങനെ അതാത് വിഷയങ്ങളുമായി ചേർന്ന് പോകുന്ന, വിഷയങ്ങളുമായി ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പേപ്പറുകൾ അല്ലെങ്കിൽ കോഴ്സുകളാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് തന്നെ 2 തരമാണുള്ളത്. 2 തരം: ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസും ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സസും. ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്ന തരം കോഴ്സസ് 2ാം വർഷം തുടങ്ങിയാണ് കുട്ടികൾ എടുത്ത് പഠിക്കുക. എന്നാൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് അത് 1ാം സെമസ്റ്റർ മുതൽ അവസാനം വരെ, പഠിത്തം അവസാനിക്കുന്നത് വരെ കുട്ടി എടുത്ത് പഠിക്കുന്ന കോഴ്സുകളാണ്. +2 കഴിഞ്ഞ് കലാലയത്തിൽ അഡ്മിഷൻ എടുക്കാൻ, 4 ഇയർ ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഒരു കുട്ടി അപ്പോൾ എന്തൊക്കെ കോഴ്സുകളാണ് എടുക്കേണ്ടത്? ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സുകളിൽ നിന്നും കുട്ടിക്കിഷ്ടമുള്ള 3 വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സാഹചര്യമാണ്. അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ കുട്ടിക്ക് ബോട്ടണി എടുക്കണം, കുട്ടിയുടെ അച്ഛൻ പറയുന്നു ഇല്ല കോമേഴ്സ് എടുക്കണമെന്ന്, കുട്ടിയുടെ അമ്മ പറയുന്നു ഹിസ്റ്ററി എടുക്കണമെന്ന്. ആകെ ധർമ്മസങ്കടമായി. ഇനി അതിൻ്റെ ആവശ്യമില്ല. കുട്ടിക്ക് ഇഷ്ടമുള്ള ബോട്ടണി എടുക്കാം, അച്ഛന് ഇഷ്ടമുള്ള കോമേഴ്സ് എടുക്കാം, അമ്മ പറയുന്നത് പോലെയുള്ള വിഷയവും ഈ കുട്ടിക്ക് ആദ്യം വന്ന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്.
എന്നാൽ അതിലൊരെണ്ണം മേജറായി കുട്ടിയെടുക്കുന്നു. മറ്റ് രണ്ട് വിഷയങ്ങൾ മൈനറായിട്ടാണ് കുട്ടിയെടുക്കുക. ഈ ആദ്യത്തെ ഒരു വർഷം ഇങ്ങനെ താല്പര്യം തോന്നുന്ന 3 വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് പഠിക്കുവാനുള്ള ആ ഒരു സാഹചര്യം കുട്ടിക്ക് കിട്ടുകയാണ്. എന്നാൽ 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതിലേതാണ് എനിക്ക് താല്പര്യമുള്ളത്, ഏതാണ് എനിക്ക് പഠിക്കേണ്ടത് എന്നൊരു തീരുമാനത്തിലെത്താനും കുട്ടിക്ക് സാധിക്കുകയാണ്. സെമസ്റ്റർ 1 മേജറായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത ഒരു കുട്ടി സെമസ്റ്റർ 2ാം വർഷമാകുമ്പോൾ അല്ലെങ്കിൽ സെമസ്റ്റർ 3 ആകുമ്പോൾ ചിന്തിക്കുകയാണ്, വേണ്ട, എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വേണ്ട, എനിക്ക് ബോട്ടണി മതി, ഞാൻ മൈനറായിട്ടെടുത്ത ബോട്ടണി മതി, എനിക്കിനി മേജറായിട്ട് പഠിക്കാൻ എന്ന ആഗ്രഹം തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്താനുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും കുട്ടിക്കുണ്ട്. അതാണ് 4-ഇയർ ഡിഗ്രി കോഴ്സിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ്. ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് 4 വർഷം പഠിക്കാൻ താല്പര്യമില്ല, 3 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തീകരിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. 3 വർഷം ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ എടുത്ത് പഠിച്ച ഒരു കുട്ടിക്ക് 3 വർഷം കൊണ്ട് ഡിഗ്രി പ്രോഗ്രാം പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യവും സാധ്യതയും ഈ 4 വർഷ ബിരുദ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ് ഈ 4ാം വർഷം നടക്കുന്നത്? അതാണ് ഓണേഴ്സ് പ്രോഗ്രാം. ഓണേഴ്സ് പ്രോഗ്രാം 2 തരമാണ്. ഓണേഴ്സ് വിത്ത് റിസർച്ച്, പിന്നെ വെറും ഓണേഴ്സ് പ്രോഗ്രാം. ഈ ഓണേഴ്സ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതുവരെ കുട്ടി പഠിച്ചു വന്ന മേജർ ഏതാണോ ആ മേജറിൽ അല്ലെങ്കിൽ ആ മേജേഴ്സിൽ കൂടുതൽ പ്രാഗൽഭ്യം ലഭിക്കുവാൻ, പ്രാവീണ്യം നേടാൻ, അറിവ് നേടാൻ ഈ 4ാം വർഷം കുട്ടിക്ക് സാധിക്കുന്നു. ഇനി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുമ്പോൾ ഉറപ്പായും ഗവേഷണ പാതയിൽ പോകുവാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് PhD ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കുകയാണെങ്കിൽ ഈ 4ാം വർഷം ഗവേഷണ രംഗത്തേക്ക് അവർക്ക് അവർക്ക് പ്രവേശിക്കുവാനുള്ള എല്ലാ ഫണ്ടമെൻ്റലായിട്ടുള്ള അറിവുകളും അതിൻ്റെ രീതികളും കുട്ടികൾ സ്വായത്തമാക്കിയിരിക്കും. ഈ ഓണേഴ്സ് പ്രോഗ്രാം 4ാം വർഷം കംപ്ലീറ്റ് ചെയ്താൽ എന്താണ് പ്രയോജനമുള്ളത് കുട്ടിക്ക്? അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഒന്നാമത്തെ ബെനിഫിറ്റ്, 4ാം വർഷ ബിരുദ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് PG ചെയ്യണമെങ്കിൽ 1 വർഷം ചെയ്താൽ മതി. രണ്ടാമത്തെ ബെനിഫിറ്റ്, UGC നെറ്റ് പരീക്ഷ നമുക്കറിയാം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അതിൻ്റെ അടിസ്ഥാന യോഗ്യത ഇതുവരെ PG ആയിരുന്നു. എന്നാൽ ഈ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടിക്ക് നെറ്റ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത ലഭിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ്, 4 വർഷ ബിരുദ പ്രോഗ്രാം സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഡയറക്റ്റായിട്ട് ഗവേഷണ പാതയിലേക്ക് കയറാൻ സാധിക്കും. ഡയറക്റ്റായിട്ട് PhD ചെയ്യാനായിട്ട് പോകാവുന്നതാണ്. അതിനുള്ള പാത തെളിഞ്ഞു വരികയാണ്. 70 വർഷങ്ങളായി വനിതാ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന ഒരു കലാലയമാണ് ആലപ്പുഴ കോൺവെന്റ് സ്ക്വയറിലുള്ള സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൻ. 10 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഈ കലാലയത്തിലുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി, ഹോം സയൻസ്, ഹിസ്റ്ററി, കോമേഴ്സ്, ഇംഗ്ലീഷ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകൾ വൈവിധ്യമാർന്ന ധാരാളം ജോലി സാധ്യതകളുള്ള വ്യത്യസ്തങ്ങളായ ഒരുപാട് കോഴ്സുകൾ കുട്ടികൾക്കായി ഓഫർ ചെയ്യുകയാണ്. ഹെർബൽ കോസ്മെറ്റിക്സ്, ഫോറൻസിക് സയൻസ്, പബ്ലിക് റിലേഷൻസ് ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ഫോട്ടോഗ്രാഫി, ഫോട്ടോ എഡിറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ സൈക്കോളജി, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, അങ്ങനെ പല തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമാജിൻ ചെയ്യാവുന്ന ഒരുവിധം എല്ലാ കോഴ്സുകളും തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുകയാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സംശയ ദൂരീകരണത്തിനായി നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനെ സമീപിക്കാവുന്നതാണ്. പേരൻസിനോ കുട്ടികൾക്കോ ഡയറക്റ്റായി അധ്യാപകർ, അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ
അധ്യാപകരെ നേരിട്ട് കണ്ട് അവരുടെ സംശയങ്ങൾ ചോദിക്കുകയും കോഴ്സുകളെക്കുറിച്ചും ഈ പ്രോഗ്രാമിനെക്കുറിച്ചുമുള്ള മറ്റു കാര്യങ്ങൾ, ഇനിയും ബാക്കി കിടക്കുന്ന സംശയങ്ങളും ആശങ്കകളും ക്ലിയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേഡ് ആകുന്ന ഫോൺ നമ്പേഴ്സിൽ ഏതിലെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആവശ്യമായുള്ള ഡയറക്ഷൻസ് കിട്ടുന്നതാണ്. സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.